ഒരു പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നതാ. അപ്പൊ അവരവിടുന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ കണ്ട് സംസാരിക്കാം, ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞ് ബില്ല് ചെയ്യാം. അപ്പൊ ഞാനും മോളും ഹസ്ബൻഡും മോളെ പേരക്കുട്ടിയും ഞങ്ങൾക്ക് 4 ആൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോ 8 സംതിങ് ആണ് അതിന്റെ കാശ്. അപ്പൊ ഹസ്ബൻഡ് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഈ ബില്ലൊക്കെ അടിച്ചിട്ട് ആ കവറൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇവര് കൗണ്ടറിൽ വന്ന് ബില്ലടിക്കും. ഞാൻ പറഞ്ഞു ഞാൻ അടിച്ചിട്ടുണ്ട്, പോവാം. അപ്പൊ അവര് എന്നെ നോക്കിയൊന്ന് ചിരിച്ചിട്ടുണ്ട്. ഈ ഇത്രയും കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് 10-30 വർഷമായിട്ട് എനിക്കും അതൊരു അഭിമാന നിമിഷമാണ്. ഹസ്ബൻഡ് എന്നെ നോക്കിയൊന്ന് ചിരിച്ചാ ആ കാശ് ഇനി അടിച്ചോ, എവിടെ ബില്ലെന്ന് വെച്ച് ഞാൻ ബില്ലങ്ങ് കൊടുത്ത്. അങ്ങനൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ എനിക്ക് വലിയൊരു അച്ചീവ്മെന്റാണ്. വലിയൊരു അച്ചീവ്മെന്റ് എന്ന് വെച്ചാൽ ഞാൻ അതിന്റെ മുമ്പ് ഒരു എവിടെ പറയാ ഒരു ജോലിയും ചെയ്തിട്ടില്ലല്ലോ. ഒരു തയ്ക്കാൻ പോലും എനിക്കറിയില്ല. എന്തെങ്കിലും ലേഡീസ് ഇപ്പം ചെയ്യുന്നത് എന്താ, ഒന്ന് തയ്ക്കുക, ചെറിയൊരു സൈഡായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കല്. അതൊന്നും ചെയ്യാത്ത എനിക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഒരുപാട് നേട്ടങ്ങള്. ഇപ്പൊ ഉമർസ്ഥാദൊക്കെ ഒരു കപ്പില് പോലും മുക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചിട്ടില്ല എന്ന് ഉമർസ്ഥാദ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പതാ മോട്ടോർ വെച്ച് അടിക്കുന്ന ലെവലിലേക്ക് മാറുന്നത് ഉമർസ്ഥാന്റെ ഒരു ലെഗില് ഉമർസ്ഥാന്റെ മകനാണ്, മറ്റു ലെഗില് സുഹൃത്തുക്കളോ ബന്ധുക്കളോ കുറെ ആളുകളെ ഐഡി ക്രിയേറ്റ് ചെയ്ത് ഉമർസ്ഥാദ് ഇതിൽ സീരിയസ് ആയി എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ആ ലെവലിലേക്കൊക്കെ ഒന്ന് മാറാൻ പറ്റിയത്. പോർച്ച് പോലും ഇല്ലാത്തൊരു വീട്ടിലേക്ക് കാറ് വന്ന ആ ഒരു തെളിവൊക്കെ പോരെ നമുക്കൊരു കോൺഫിഡൻസ്. ഞാൻ അങ്ങനത്തെ ആളുകളാണ്, കഴിവുള്ള ആളുകളെന്ന് ഞാൻ അത്ര ഫോക്കസ് ചെയ്യാറില്ല. സർക്കാർ ജോലി കിട്ടിയിട്ട് അതൊക്കെ റിസൈൻ ചെയ്ത് വന്ന ആളുകൾ ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ഞാൻ ചിന്തിക്കല് അവർക്ക് അതിലും നല്ലൊരു വഴിയാണ് ഇതെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അവര് അത് റിസൈൻ ചെയ്ത് വന്നത്. പക്ഷെ ഒന്നും അല്ലാത്ത ആളുകള്, സാധാരണക്കാരായ ആളുകള് വിജയിച്ചൊരു മേഖല, സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കുന്ന ഒരു ബിസിനസ്സാന്ന് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഞാൻ വന്ന വഴികള്, ഞാൻ മനസ്സിലാക്കിയ മൈ ലൈഫ് ഇതെന്താണെന്ന് പറയാൻ മാത്രമേ എനിക്ക് പറ്റൂ. അപ്പൊ ഞാൻ അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ആലോചിക്കുന്നത്. ഞാൻ ഈ ഒരു കമ്പനിയിൽ വരുന്ന സമയത്ത് അയ്യൂബ് സാർ എൻ്റെ ഉപ്പന്റെ അനിയന്റെ മകനാണ്, അയ്യൂബ് സാർ ബ്രദറാണ്. അപ്പൊ സാറ് എന്തോ ഒരു മേഖലയിൽ സജീവമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെഡിസിന്റെ മേഖല എന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ എനിക്കൊരു മൈഗ്രൈന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ സാറോട് ഇതിന് എന്തെങ്കിലും പ്രൊഡക്റ്റ് നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പം അയ്യൂബ് സാറ് പറഞ്ഞു തീർച്ചയായിട്ടും ഉണ്ട്, നിങ്ങൾ ഒരുപാട് കാലമായിട്ട് അനുഭവിക്കുന്ന ഒരു അസുഖമായതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, 3 മാസം കണ്ടിന്യൂ ചെയ്തിട്ട് ഇത് ഉപയോഗിക്കുക. ഇത് ആയുർവേദാണ്, പക്ക റിസൾട്ട് ഉണ്ടാവും. പക്ഷെ ക്ഷമയോടുകൂടി ഒരു ബോട്ടിൽ കഴിക്കുമ്പോൾ തന്നെ എനിക്ക് റിസൾട്ട് വന്നല്ലോ എന്ന് ചിന്തിക്കാതെ നിങ്ങൾ ഇത് കോൺഫിഡൻസോട് കൂടി കഴിക്കുക എന്നുള്ള നല്ലൊരു സാറിന് ആ കോൺഫിഡൻസോട് കൂടി എനിക്ക് തന്നു. ഞാൻ അതേപോലെ അത് ഉപയോഗിച്ച് 3 മാസം കണ്ടിന്യൂ കഴിക്കണം എന്ന് മാത്രമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഒറ്റ ബോട്ടിലോട് തന്നെ എനിക്ക് ആ ഒരു പ്രശ്നത്തിന് റിസൾട്ട് കിട്ടി. അപ്പൊ ഞാൻ റിസൾട്ട് കിട്ടിയ സമയത്ത് ഈ പ്രൊഡക്റ്റ് കഴിച്ച ആളുകളെ കാണാനും ഇതിന്റെ വിവരങ്ങളൊക്കെ അറിയാനും വേണ്ടി ഒരു സൂം ഉണ്ട്. ആ സൂമിൽ കയറിയാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു അയ്യോ സാറ് പറഞ്ഞ് എനിക്ക് ഈ സൂമൊക്കെ റെഡിയാക്കി തന്നു. അപ്പൊ എവിടെയാണ് സംസാരിക്കേണ്ടത്, മൈക്ക് എവിടെ ഓഫ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ സാർ ഒന്ന് കാണിച്ചു തന്നു. അതാണ് ഞാൻ ഈ മീറ്റിങ്ങിൽ അന്ന് തൊട്ട് ഇന്ന് വരെ പിന്നെ എൻ്റെ ഒരു അപ്ലൈനും ഇന്നൊരു മീറ്റിംഗ് കയറ്റാനോ നാളെ മീറ്റിംഗ് നിങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ല എന്നോ ചോദിക്കേണ്ട ഒരു അവസരം വന്നിട്ടില്ല. കാരണം നമ്മൾ മൈ ലൈഫിൽ ഒരു ഐഡി അടിച്ചിട്ടാൽ ആരും വിജയിക്കൂല. മൈ ലൈഫ് സ്റ്റൈൽ ഒരു ഐഡി 10 ഐഡി നമ്പർ കിട്ടിയിട്ട് അപ്ലൈനെ വിളിച്ചിട്ട് എനിക്ക് എന്നാ വരുമാനം വരിക, നിനക്ക് എത്ര കിട്ടി, എന്തൊക്കെ കിട്ടുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള മറുപടി ഈ ഒരു മോർണിംഗ് മീറ്റ്, ഡയന്റ് മീറ്റിംഗ്, ട്രെയിനിങ് മീറ്റിംഗ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്താൽ ഇതിനൊക്കെയുള്ള മറുപടി അതിലുണ്ടാവും. നമുക്ക് എപ്പോൾ എന്ത് കിട്ടും, ഇതിൽ എന്തൊക്കെ കിട്ടും, നമ്മൾ എവിടെയാണ് എത്തിപ്പെട്ടത്. ഞാൻ തന്നെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി വന്ന ഒരാള് ഇപ്പൊ ഒരു ബിസിനസ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു റാങ്കിൽ എത്തിയത്. അപ്പൊ അങ്ങനെയൊക്കെ എത്തണമെങ്കിലും ഇതിന്റെ അങ്ങേയറ്റം വരെ മേലോട്ട് നമുക്ക് പോവാൻ പറ്റണമെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത് തന്നെയുള്ളൂ. നമ്മൾ ഓരോരുത്തരും ഈ ഒരു 10 ഐഡി നമ്പർ അയ്യൂബ് സാർ എനിക്ക് അന്ന് സ്പോൺസർ ഐഡി തായ്റ മാഡം തന്നെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ ബിസിനസ് തായ്റ മാഡത്തിൻ്റെതല്ല. അതിനു വേണ്ടി എല്ലാ ഹെൽപ്പുകളും നമ്മളെ ലീഡേഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. നമ്മളിപ്പോ ഒരു വീട്ടിലൊരു ചെറിയ കുട്ടി ഒരു വീഴാൻ പോയാൽ പോലും നമ്മളത് പിടിക്കൂലേ, അതേപോലെ ലീഡേഴ്സ് നമ്മൾ എന്തെങ്കിലും ഫാൾട്ട് പറഞ്ഞാലോ എന്ത് സംശയം ചോദിച്ചാലോ ലീഡേഴ്സിന് നമ്മളെ പൾസ് അറിയാം.
നമ്മൾ എന്തൊക്കെ കൈകാര്യം ചെയ്യൂ, നമ്മളാക്കിയാൽ എന്തൊക്കെ നടക്കൂ, നമ്മൾ ആരാണെന്നൊക്കെ ഉള്ള നമ്മളെല്ലാ പൾസും നമ്മളെ ലീഡേഴ്സിന്റെ കയ്യിലുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഓരോരുത്തരും ഐഡിയ അടിച്ച് വന്ന ആളുകൾ അപ്ലൈനോട് വളരെ നന്ദിയുള്ള ഒരാളായിട്ട്, അപ്ലൈൻ ഒരിക്കലും നമ്മളെ ചതിക്കൂല, അതേപോലെ നമ്മളെ കമ്പനി ചതിക്കൂല, പ്രൊഡക്റ്റ് ചതിക്കൂല. നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോ നമ്മൾ ചില തുടക്കക്കാരായ ആളുകളോട് ബിസിനസ് അല്ല, ഈ പ്രൊഡക്റ്റിന്റെ കാര്യം നമ്മൾ പറയല്ലോ, നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇത് ഇനി ഒന്ന് ഉപയോഗിച്ച് നോക്ക്. അപ്പൊ മിക്ക ആളുകളും ചോദിക്കും, എന്റെ അടുത്ത് കുറെ ആൾ പറഞ്ഞിട്ടുണ്ട്, ഉള്ളിലേക്ക് കഴിക്കുന്ന പ്രൊഡക്റ്റ് അല്ല, അതൊന്നും എനിക്ക് വേണ്ട കേട്ടോ, പേസ്റ്റോ ഫേസ് വാഷോ അങ്ങനെ എന്തെങ്കിലും, ടോയ്ലറ്റ് ക്ലീനർ, ഇതൊക്കെ ഉപയോഗിക്കാം. ഉള്ളിലേക്ക് കഴിക്കുന്ന പ്രൊഡക്റ്റ് ഒന്നും വേണ്ട, അതൊന്നും കഴിക്കാൻ പറ്റൂല, അതൊക്കെ ഡോക്ടേഴ്സ് പറയണം. ഡോക്ടേഴ്സ്, നിങ്ങളെ കൂടെ ഡോക്ടർമാരുണ്ടോ? ഓക്കെ അല്ലേ? നിങ്ങളെ കൂടെ ഡോക്ടർമാരുണ്ടോ? ഓക്കെ ഓക്കെ. ഡോക്ടർമാർ എഴുതിയ പ്രൊഡക്റ്റേ ഞാൻ കഴിക്കാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു വ്യക്തിന്റെ അടുത്ത് ഞാൻ ചോദിച്ചാ, അങ്ങനെ ഉണ്ടല്ലേ, ഡോക്ടർ എഴുതിയതേ കഴിക്കൂ. പക്ഷെ ഇതൊന്നും മെഡിസിൻ അല്ല, ഇതൊക്കെ വെൽനസ് ഉൽപ്പന്നങ്ങൾ, നമ്മളെ ശരീരത്തിലേക്ക് വേണ്ട കണ്ടന്റ് മെഡിസിൻ അല്ലാത്ത ഉൽപ്പന്നങ്ങളാണ്. സാധാ നമ്മളെ നിത്യജീവിതത്തില് വൈറ്റമിൻസ്, മിനറൽസ് ഇതെല്ലാം കിട്ടുന്ന ഉൽപ്പന്നങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞാലും അവർക്കൊരു സംശയം. ഒരു ദിവസം ഒരു ലേഡിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, നമ്മള് ഡോക്ടർ എഴുതിയത് മാത്രല്ലേ കഴിക്കാം, അപ്പൊ ഈ പച്ചക്കറി നമ്മള് ഇപ്പൊ ഒരുപാട് സാധനം, ഇപ്പൊ ഒരു ഹീമോഗ്ലോബിന്റെ അളവുള്ള ഒരാള് ഡോക്ടറെ അടുത്ത് പോവാന്ന് വിചാരിക്കാം. അപ്പൊ ഡോക്ടർ കടയിൽ നിന്ന് പോകുന്ന സമയത്ത് 1 കിലോ ബീട്രൂട്ട് വാങ്ങി പോകണം എന്ന് എഴുതി കൊടുക്കാറുണ്ടോ? എല്ലാ ഇതിലിരിക്കുന്ന ആളുകളും അല്ലാത്ത ആളുകളൊക്കെ ബീട്രൂട്ട്, പയറ്, പച്ചക്കറി, കറിവേപ്പില പോലും അങ്ങാടി ആശ്രയിച്ച് അത് വാങ്ങിക്കൊണ്ടുവന്ന്, അതൊന്നും ഡോക്ടർ എഴുതിയ പ്രൊഡക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഇന്ന് വരെ ഒരു ഡോക്ടർ ആ പച്ചക്കറി ഒന്നും എഴുതി തന്നിട്ടില്ല. ഒരുപാട് സാധനം നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന സാധനങ്ങൾ കടയിൽ കയറി വാങ്ങും, ഒരുപാട് സാധനങ്ങൾ. ഇന്നലെ ഞാൻ ഒരു വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ കയറിയ സമയത്ത് എനിക്ക് ആ ജ്യൂസ് വേണം, ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിർത്തിയ സമയത്ത് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്, ആ കരിമ്പ് ഇവര് ചെത്തി റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്, ഒരുപാട് ഈച്ച അതിന്റെ മുകളിലുണ്ട്. ഞാൻ ജ്യൂസിന് പറഞ്ഞ സമയത്ത് ആ ഇതെടുത്തിട്ട് ആ മിഷന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വെച്ച് അതൊക്കെ അടിച്ച് ആ പാത്രം അവര് മൂടി വെച്ചിട്ടില്ല. ഐസ് ഒരു കഷ്ണം എടുത്ത് അതിലിട്ട്, അത് ഐസ് ഏത് വെള്ളത്തിൽ ഉണ്ടാക്കിയെന്ന് അറിയില്ല. അതിനൊന്നും ഒരു ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഡോക്ടേഴ്സിന്റെ ഷീട്ട് കൊടുത്തിട്ടാണോ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങുക? അല്ല. നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾ മനസ്സിലാക്കുക. ഇതിലുണ്ടാവും തുടക്കക്കാര് ഉള്ളിലേക്ക് കഴിക്കാൻ പേടിയായിട്ട് പുറമൊക്കെ തേച്ച് പോകുന്ന ആളുകൾ. പുറമൊക്കെ ഫേസ് വാഷ് ഒക്കെ തേക്കണമെങ്കിൽ, ചിത്രം വരക്കണമെങ്കിൽ ആദ്യം ചുമര് ഇവിടെ വേണ്ടേ? അപ്പൊ നമ്മൾ ഓരോരുത്തരും ഉള്ളിലേക്ക് കഴിക്കുന്ന പ്രൊഡക്റ്റുകളാണ് കഴിക്കേണ്ടത്. കാരണം ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ വേൾഡ് ക്ലാസ് വെൽനസ് പ്രൊഡക്റ്റ് ആണ്. അത് ധൈര്യമായിട്ട് പൊട്ടിച്ചിട്ട് കഴിക്കുക. ഞാൻ മാർക്കറ്റ് ചെയ്യുന്നതിനേക്കാളും ഉൽപ്പന്നങ്ങൾ ഓരോ ഐറ്റംസും പൊട്ടിച്ചിട്ട് എല്ലാ വെൽ ഹാർട്ട്, ഡൈലി ഡെറ്റോസ്, 95 മുതൽ ബോണ്ടി ഹീൽ വരെ പൊട്ടിച്ച ഒരെണ്ണം എന്റെ വീട്ടിലുണ്ടാവും. ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ അറിയാം, എല്ലാം പൊട്ടിച്ചതൊരു ഭാഗത്ത്, പൊട്ടിക്കാത്തതൊരു ഭാഗത്ത്. ഇത് വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇത് ഉപയോഗിക്കാം. അങ്ങനെ എല്ലാം 95 മുതൽ ചെറിയൊരു പ്രൊഡക്റ്റ് വരെ പൊട്ടിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാല്, ഞാൻ ഇതിൽ വരുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റ് കണ്ട് വന്ന് എന്റെ ഈ മൈഗ്രെയിൻ റിസൾട്ട് കിട്ടിയ സമയത്ത്, പിന്നെ ഞാൻ അടുത്തതിന്റെ മകന് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അവന് ഒരു അലർജിന്റെ പ്രശ്നം. രാവിലെ ഒക്കെ ഒന്ന് എണീറ്റ് തുമ്മി കഴിഞ്ഞാല്, തുമ്മാന്ന് പറഞ്ഞാൽ ചിലപ്പോ അവനൊന്ന് വെറുതെ ഒന്ന് മൂക്കൊന്ന് തൊട്ട് പോയാലൊക്കെ മതി, അപ്പൊ തുമ്മാൻ തുടങ്ങും. തുമ്മിയിട്ട് ഇവനിങ്ങനെ വളഞ്ഞു പോകും, ഒരുപാട് സമയം തുമ്മും. അപ്പൊ ഈ അലർജിക്ക് അയ്യൂബ് സാറെ ഉമ്മക്ക് അലർജിക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ സമയത്ത് ആ ഒരു പ്രൊഡക്റ്റും കൂടെ വാങ്ങി. അന്നൊന്നും ഈ ബിസിനസ് അറിയില്ല, എനിക്ക് മാറിയെന്ന് കരുതിയിട്ട് എന്റെ മോനെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഈ കവചപ്രാശം കൊടുത്ത സമയത്ത് ആ തുമ്മൽ എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല. ഇപ്പൊ ആള് സൗദിയിലുള്ളത്, അവിടുത്തെ തണുപ്പിന് പോലും ഞാൻ അവന്റെ കൂടെ അവിടെ ഉള്ളപ്പോൾ ശ്രദ്ധിക്കും, ഒരു തുമ്മല് പോലും ആക്കില്ല. 3 കവചപ്രാശം ഞാൻ ഒന്നിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു അസുഖമൊക്കെ ഇതിപ്പോ ഡോക്ടേഴ്സിനെ ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഗുളിക കഴിക്കുന്ന സമയത്ത് ക്ലാസ്സിലൊക്കെ പോകുന്ന എന്നോട് പറയും, ഉമ്മ വണ്ടിന്റെ മുകളിൽ ഞാൻ ഉറങ്ങി പോയിട്ടുണ്ട്, വണ്ടി നിർത്തി മുഖമൊക്കെ കഴുകി പിന്നെ ഞാൻ കുറച്ച് നടന്ന് ഉറക്കം ഉണർത്തി വീണ്ടും വണ്ടി എടുക്കുമ്പോൾ വീണ്ടും ഉറങ്ങിപ്പോവുക. അതവന് അലർജിന്റെ മെഡിസിൻ ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ ഉറക്കം വരുന്നത്. ആ ഒരു സ്ഥലത്താണ് ഇപ്പൊ ഈ ഒരു കവചപ്രാശം കൊണ്ട് ആ അലർജി ഇന്ന് വരെ ഇല്ല. ഇതൊക്കെ എനിക്ക് എന്റെ വീട്ടിൽ കിട്ടിയ റിസൾട്ടാണ്.
അപ്പൊ ഞാനിപ്പോ ഫീൽഡിൽ ഒരാളോട് പ്രൊഡക്റ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു കോൺഫിഡൻസ് നമ്മൾ ഓരോരുത്തരും ഈ നമ്മൾ ഉപയോഗിച്ച പ്രൊഡക്റ്റ് ഉപയോഗി ഉള്ളിലേക്ക് കഴിക്കുന്നതും എല്ലാ പ്രൊഡക്റ്റും നമ്മളെ കമ്പനി എത്ര പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം നിങ്ങൾ ഐ ഡി കൂടെ ബില്ല് ചെയ്തിട്ട് വാങ്ങുന്ന സാധനങ്ങളല്ലേ. ഓരോ തവണയും നിങ്ങൾ എടുക്കാത്ത എല്ലാ പ്രൊഡക്റ്റുകളും വാങ്ങിയിട്ട് ആദ്യം നമ്മൾ ഈ പ്രൊഡക്റ്റ് ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. എന്താണ് ഈ പ്രൊഡക്റ്റ്, ഈ പ്രൊഡക്റ്റിനെ കുറിച്ചോ ഈ ബിസിനസിനെ കുറിച്ചോ ആധികാരികമായിട്ട് പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീൽഡിൽ അത് പറയാൻ കഴിയും. നമുക്ക് പഠിക്കാതെ ഒരിക്കലും എന്നൊരാളിപ്പോ ഇത് ഉള്ളിലേക്ക് അയക്കാൻ വേണ്ടാന്ന് പറഞ്ഞാൽ അതിനൊരു മറുപടി പറയണമെങ്കിൽ ആദ്യം നമ്മളെ ഉള്ളിൽ എന്താണ് ഈ ഈ സംഭവം നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണെന്നുള്ള ഒരു വ്യക്തമായ ധാരണ നമ്മളുള്ളിൽ വേണം. ഞാനിപ്പോ 3 വർഷമായി ഐ ഡി അടിച്ചിട്ടിട്ട്. അപ്പൊ ഐ ഡി അടിച്ചിട്ട് ഞാൻ ഇത്രയും കാലം ഇപ്പൊ എന്റെ റാങ്ക് ഞാൻ STCയിലേക്ക് പോയി. STC എത്തുന്ന സമയത്ത് കമ്പനിക്ക് 50 ലക്ഷത്തിന്റെ പുറത്ത് കച്ചവടം വരും. എന്റെ ഒരു സൈഡ് നല്ല പവറാണ്. അപ്പൊ ഒരു 10-60 ലക്ഷത്തിന്റെ പുറത്ത് കമ്പനിക്ക് ബിസിനസ് കൊടുത്താണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഇന്നിരിക്കുന്നത്. അപ്പൊ ഈ റാങ്ക് ഒക്കെ നമ്മളെ പിന്നാലെ വന്നോളൂ. നമ്മൾ റാങ്ക് ഫോക്കസ് ചെയ്ത് പണിയെടുക്കുക. നമ്മളെ കൂടെ വന്ന ആളുകളാ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരു കാര്യം പോലും മറച്ചു വെക്കാതെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ഈ കോൺഫിഡൻസോട് കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓരോ ആളുകൾക്ക് ഓരോ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെ ഡിസ്ട്രിബ്യൂട്ടർക്ക് ആ സാഹചര്യങ്ങൾ അവരെ പൾസൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ അവരെ കൈകാര്യം ചെയ്ത ഒരിക്കലും അവർ ഈ ബിസിനസ് നിന്ന് വിട്ടു പോവില്ല. അപ്പൊ ഇന്നലെ വന്ന സാറ് പറഞ്ഞൊരു കാര്യം നമ്മൾ ഓരോരുത്തർ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഈ ബിസിനസ്സിന് വേണ്ടിയത് ഒരാളെ ബുദ്ധിയും 9 ആളെ ക്ഷമയാണ്. അത് വളരെ കറക്റ്റാ. ഒരാളെ ബുദ്ധി മതി. ഈ ഡിസ്ട്രിബ്യൂട്ടർമാർ ചിലപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ചിലപ്പം അവരെന്താ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറയുന്ന സമയത്ത് നമുക്ക് വെൽനിസാറ് പറയുമ്പോൾ ഈ യെസ് ബട്ട് തിയറി ഉപയോഗിച്ച് നമ്മൾ അവരോട് സംസാരിക്കാൻ വേണ്ടി പഠിക്കാം. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് വലിയ വലിയ റിസൾട്ട് തരുന്ന ഒരു കമ്പനിയും കൂടിയ കമ്പനിയല്ല നമ്മളെ ഈ ബിസിനസ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി പഠിക്കാം. നമ്മളെ ബിസിനസിന്റെ ഒരു കട എനിക്ക് ഈ ബിസിനസ്സിൽ കോൺഫിഡൻസ് വരാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യം എന്റെ അപ്ലൈനോട് നമ്മളിപ്പോ ഇതിൽ ബിസിനസ്സിൽ വരുന്ന സമയത്ത് നമ്മൾ ID നമ്പറോ ഈ ബിസിനസിന്റെ ആപ്പ് തുറക്കാൻ പോലും അറിയാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ എന്റെ അപ്ലൈൻ എന്റെ അനിയത്തി തായ്റാമേഡാണ്. തായ്റാമേഡത്ത് തന്നെ ഞാൻ എന്റെ സംശയങ്ങളൊക്കെ ഒതുക്കാറുണ്ട്. പിന്നെ റെജീന മേഡം, അയ്യൂബ് സാർ, അതിന്റെ മേലോട്ട് റമീസ് സാർ, സാഹിർ സാർ, ബിജു സാർ, ബെലി സാർ വരെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. എങ്കിലും നമ്മള് തൊട്ട് അപ്ലൈനോട് കാര്യങ്ങൾ ചോദിക്കുക. നേരെ മേലോട്ട് ചോദിക്കാതെ അപ്ലൈൻ അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അപ്ലൈൻ എന്ത് ചെയ്തോളൂ, നമുക്കത് ക്ലിയർ ചെയ്ത് തന്നോളൂ. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ സ്വന്തമായിട്ട് ഒരു ഐഡിയ അടിക്കാൻ പോലും ഫസ്റ്റിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മളെ ഇഷ്ടത്തിന് അങ്ങോട്ട് ചെയ്യരുത്. നമ്മളെ അപ്ലൈനോട് ചോദിച്ച് കുറച്ച് റൂട്ട് ക്ലിയർ ആയാൽ അവര് തന്നെ നമുക്കൊരു നിർദ്ദേശം തരും, നീ ഒരു ലീഡർ ആയിട്ടുണ്ട്. എന്റെ അപ്ലൈൻ എന്നോട് അത് പറഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാനിങ്ങനെ എല്ലാം പഠിച്ച് ചെയ്ത് ആദ്യം തായ്റാമേഡത്തിന് വിട്ടുകൊടുക്കും. അപ്പം തായ്റാമേഡം ചില സമയത്ത് തായ്റാമേഡത്തിന് മനസ്സിലാവും അത് എവിടെ ഫാൾട്ട് ഉണ്ട്, എവിടെയൊക്കെ നന്നാക്കണം. അപ്പോഴും നമ്മളോട് പറഞ്ഞു തരുന്ന സമയത്ത് എന്താ പറയാ, ഒക്കെ ശരിയാണ്, പക്ഷെ ചെറിയൊരു കുഴപ്പം, ഇതൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് വേഗത മനസ്സിലായി. അങ്ങനെ നമുക്ക് ലീഡേഴ്സ് കട്ടക്ക് നിൽക്കുന്നത്. നമ്മളിപ്പോ നേരെ മറിച്ച് വേറൊരു കടാണ് തുടങ്ങിയത് വെച്ചാൽ ഇതിൽ നമ്മളെ MCയായ ഹസീന മേഡമൊക്കെ ഒരുപാട് ബിസിനസ് ഓരോ കടകളും ഓപ്പൺ ചെയ്ത് ചെയ്ത ബിസിനസ് ചെയ്യുന്ന ആളാണ്. അതേപോലെ ഒരു കടാണ് നമ്മൾ തുറന്നത് എന്ന് വെച്ചാലോ ഈ കച്ചവടവും ആ കച്ചവടവും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കേണ്ടി. ഇപ്പൊ ലക്ഷങ്ങൾ മുടക്കിയിട്ട് നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതിൽ എത്ര ജീവനക്കാരുണ്ടാവും? ബംഗാളികളോ ഇനി മലയാളികളോ നമ്മളെ വീട്ടിലുള്ള ആളോ, ഷട്ടർ പൊക്കാൻ ഒരാള്, സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ ഒരാള്, കണക്കൊക്കെ എഴുതാൻ വേറൊരാള്, അവിടെ ചായ ജ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ വേറൊരാള്. ഇത്രയൊക്കെ തൊഴിലാളികൾ വെച്ചിട്ട് ഒരു കട നമ്മൾ ഓടിക്കുന്ന സമയത്ത് ആ കടക്ക് അതിലുള്ള ആളുകൾക്കൊക്കെ സാലറി കൊടുക്കുന്നത് ആരാ? ആ കടന്റെ മുതലാളി ഞാനാണെങ്കിൽ ഞാനല്ലേ സാലറി കൊടുക്കുക? അതിൽ നഷ്ടം ഉണ്ടാവും, ലാഭം ഉണ്ടാവും. എനിക്ക് ഇപ്പൊ സാലറി ഇവർക്ക് കൊടുക്കാതെക്കാൻ പറ്റുമോ? ആ പണിക്കാർക്കൊക്കെ ഞാൻ കടം തന്നെങ്കിലും വാങ്ങിയിട്ട് ഇതൊക്കെ മാനേജ് ചെയ്ത് പോണ്ടേ? ആ സ്ഥാനത്ത് നമ്മളെ കമ്പനിയെ പറ്റി നമ്മൾ ചിന്തിക്കുക. ഞാൻ എത്ര തൊഴിലാളികളെ വെച്ച് ഈ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും 1 രൂപ പോലും വരുമാനം ഞാൻ കൊടുക്കണ്ട, കമ്പനി അവർക്ക് വരുമാനം കൊടുത്തോളും. ഇതിനൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഞാൻ സിസ്റ്റത്തിൽ കൂടെ നടക്കുക. ആ കാര്യം ചെയ്യുന്ന സമയത്ത് ആ ഇൻകം ഒക്കെ എന്ത് ചെയ്യും, കമ്പനി അങ്ങോട്ട് ഏറ്റെടുത്ത് എല്ലാ ആഴ്ചയും നമ്മളെ ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് ഇൻകം
ഉണ്ടാക്കി കൊടുക്കുന്ന പണി എന്താണോ അത് നമ്മൾ പഠിക്കുക, പ്രവർത്തിക്കുക. അതാണ് എനിക്കിതിൽ മനസ്സിലായത്. എനിക്ക് ആഴ്ച വരുമാനം 23,000 രൂപ വന്നിട്ടുണ്ട്. അതേപോലെ മന്ത്ലി ഇൻകം വാങ്ങിയിട്ടുണ്ട്, പെർഫോമൻസ് വാങ്ങിയിട്ടുണ്ട്. കമ്പനി എന്തൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു, അതിനെന്താ ചെയ്യേണ്ടതെന്ന് ലീഡറോട് ചോദിക്കുക, അയ്യഫ് സാറോട് ചോദിക്കുക, എനിക്ക് ഇതിന് പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും എന്ന് പറയും. അപ്പൊ ഈ ഇങ്കൊക്കെ വലിയ വലിയ ഇങ്കൊക്കെ വന്ന സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യം, അയ്യഫ് സാർ അറിഞ്ഞിട്ട് പോലില്ല, അയ്യഫ് സാർ അക്കൗണ്ടിൽ നിന്നല്ലല്ലോ എനിക്ക് കാശ് വന്നത്, എനിക്ക് കമ്പനിന്റെ അക്കൗണ്ടിൽ നിന്നാണ് കാശ് വന്നത്. ഇതേപോലെ വരുമാനം കിട്ടുന്ന വേറൊരു മേഖലയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന് ആലോചിച്ച് ഇതിന്റെ മുമ്പ് ഞാൻ മോഡി കെയർ, RCM ഇതിലൊക്കെ ID ക്രിയേറ്റ് ചെയ്ത് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങി ഒരു മൊബൈലെങ്കിലും റീചാർജ് ചെയ്യാൻ ഒരു കാശ് കിട്ടിയാൽ ഹസ്ബൻഡിന് ഒരു സഹായമാണല്ലോ എന്നൊക്കെ ചിന്തിച്ചാണ് ഞാൻ അതിലൊക്കെ ID അടിച്ചത്. പക്ഷെ അതിൽ നിന്നും എനിക്ക് 2 രൂപ പോലും വരുമാനം കിട്ടിയിട്ടില്ല. ഈ ഒരു കമ്പനിയിൽ വന്ന് ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് വീട്ടിലെ മോന്റെ അലർജിയോ എന്റെ മൈഗ്രെയിനും മാറിയ 1-2 മാസത്തിന്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഫസ്റ്റ് ഇൻകം 900 രൂപ വന്നത്. ആ ഒരു ഇൻകം, മണി മോട്ടിവേഷൻ ആണല്ലോ ഏറ്റവും വലിയ മോട്ടിവേഷന്. അപ്പൊ ആ ഒരു ഇൻകം വന്ന സമയത്ത് ഞാൻ ഇതില് തീരെ ചാർജ് പോവാതെ ഫുൾ ചാർജില് ആണ് ഞാൻ വർക്ക് ചെയ്യല്. അയ്യഫ് സാറൊക്കെ ചില സമയത്ത് പറയലുണ്ട് അത് നമ്മളെ ട്രാൻസ്ഫോമർ ആണ്. കാരണം എനിക്ക് മൈ ലൈഫിൽ അത്രയും ഒരു വിശ്വാസമാണ്. ഞാൻ എന്റെ ചെറിയ റാങ്കിൽ അയ്യഫ് സാറോട് പറയുന്നുണ്ട്, അയ്യഫ് സാർ ഈ ഒരു പരിപാടി നിർത്തിയാൽ ഞാൻ ഈ പരിപാടി നിർത്തൂല. കാരണം ഞാൻ അയ്യഫ് സാറ് പോകുന്ന സമയത്തൊക്കെ ആ വണ്ടി കയറിയിട്ട് കോഴിക്കോട് മീറ്റിങ്ങുകൾ എല്ലാ സെന്ററിലും പോകും. ഇപ്പൊ ലീഡേഴ്സ് വിളിച്ചിട്ട് ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തൊക്കെ റീസണാ ഓരോ ആളുകൾ പറയാ, എനിക്ക് അതുണ്ട് ഇതുണ്ട് 100 കാരണങ്ങളാ. ഒരുപാട് കാരണങ്ങൾ എനിക്കുണ്ടാവും. പക്ഷെ ആ കാരണങ്ങളൊക്കെ മാറ്റി വെച്ച് ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എനിക്ക് അറിയണം തോന്നി നിങ്ങളൊന്ന് പോയി നോക്കണ്ടി. നമ്മൾ ആ മീറ്റിംഗ് സെന്ററിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളെക്കാണ് കഴിവ് കുറഞ്ഞ ആളുകള്, പല മേഖലയിൽ നിന്ന് വരുന്ന ആളുകളെയും നമ്മൾ ആ സെന്ററിൽ കാണും. വിദ്യാഭ്യാസമുള്ള ആളുകള്, ഇപ്പൊ ഒരുപാട് വിദ്യാഭ്യാസവും കാര്യമൊക്കെ ഉള്ള അയ്യഫ് സാറിനെ പോലത്തെ ആളുകൾക്കൊക്കെ ഏത് മേഖലയിലും വിജയിക്കാൻ കഴിയും. ഇപ്പൊ ഉമർ ഉസ്താദിനെ പോലെ എന്നെ പോലൊക്കെ ഉള്ള ആളുകൾ, സാധാരണ ആളുകൾക്കൊക്കെ വിജയിക്കാൻ അവരെ പോലെ കഴിവുള്ള ആളുകളെ പോലെ വിജയിക്കാൻ പറ്റിയൊരു മേഖല. ഇപ്പൊ അയ്യഫ് സാറിന് ഏത് രീതിയിലും കഴിവുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അയ്യഫ് സാറ് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഉമർ ഉസ്താദ്. അയ്യഫ് സാറ് നേരെ മുകളിൽ പെട്ടെന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് NTC ആയ ഒരു ആളാണ് നമ്മൾ ഉമർ ഉസ്താദ്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ എല്ലാ ആളുകൾക്കും വിജയിക്കാൻ പറ്റിയൊരു മേഖലയാണിത്. ഞാൻ നമ്മളെ താമരശ്ശേരി GTS സെന്ററിലൊക്കെ പോയി കുറച്ച് നേരത്തെ എത്തിയാൽ ഞാൻ ഉമർസ്ഥാൻ അവിടെ വെറുതെ ഫ്രീ ആയിട്ട് കണ്ടാൻ ഉമർസ്ഥാനോട് ഇങ്ങനെ സംസാരിക്കാൻ പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഉമർസ്ഥാന്റെ സംസാരം. ഉമർസ്ഥാൻ ഇപ്പൊ അത്രയൊക്കെ വലിയൊരു ലീഡർ ആയിട്ടുണ്ടെങ്കിലും ഉമർസ്ഥാൻ ആ നേക്കൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു തരാതിരിക്കുക. ഞാൻ ഉമർസ്ഥാനോട് സാധാരണ എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാ. സംസാരിക്കൂ, എന്താ സംസാരിക്കുക, പ്രശ്നങ്ങൾ വന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനത്തെ ഒരു ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ, ഫോണിലൂടെ ഒക്കെ. ഫോണൊന്നും ഉമർസ്ഥാൻ അത്ര അറിയില്ല എന്ന് പറയലുണ്ടല്ലോ. ഇപ്പൊ ഇതൊരു ടെക്നോളജിയും ബുദ്ധിയൊക്കെ വെച്ച് ചെയ്യേണ്ട ഒരു ബിസിനസ് ആയതുകൊണ്ട് ഞാൻ ഉമർ സാർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഫസ്റ്റ് സമയത്തൊക്കെ നിങ്ങൾ എങ്ങനെ ഇതിൽ പിടിച്ചു നിന്ന്, നിങ്ങൾക്ക് ഇതിൽ നെഗറ്റീവ് തോന്നിയോ, കാര്യങ്ങളൊക്കെ ചോദിക്കും. ഉമർ ഉസ്താദ് ചിരിച്ചുകൊണ്ട് എനിക്ക് പറഞ്ഞത്, അയ്യഫ് സാർ വരുന്ന ചങ്ങായി ഇപ്പൊ എങ്ങോട്ടേക്കല്ലോ കൊണ്ടുപോകുന്നത്, ഇത് എന്തായിരിക്കും പരിപാടി എന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ഉമർ ഉസ്താദും പറയുന്നുണ്ട്. ആ വന്ന സമയം തൊട്ട് വിജയിക്കാൻ വേണ്ടി എന്തൊക്കെ ഇതില് നേക്കുകൾ വേണോ അതെല്ലാം ഉമർ ഉസ്താദ്, എന്റെ അപ്ലൈൻ ഒന്നുമല്ല, ഞാനൊരു ലെഗിലും ഉമർ ഉസ്താദ് വേറൊരു ലെഗിലുമാ. എന്നാലും ആ വിജയിച്ച കഥ പറഞ്ഞുതരാം, ഒരു മടിയും കാണിക്കുന്നില്ലല്ലോ. ഇങ്ങനത്തെ ഒരു ബിസിനസ് വേറെ ഒന്നില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, അതൊരു ഫാമിലി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ സുഖമാണ്. ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ 2-3 ആളൊക്കെ ഉണ്ടാകുന്ന സമയത്തല്ലേ ശരിക്കും ഓടാൻ പറ്റും. അതേപോലെ നമ്മളെ ബിസിനസ്സും. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. അപ്പൊ ഇപ്പൊ സ്റ്റോറിലേക്ക് വില്ലിട്ട സാധനം ഇന്നലെ എനിക്ക് ഒരു കുറച്ച് പ്രൊഡക്റ്റ് അയക്കേണ്ടതുണ്ട്. ഞാനും ഹസ്ബൻഡും ഇത് ഏറ്റെടുത്ത് ചെയ്യുന്നത് കൊണ്ട് ഹസ്ബൻഡ് സ്റ്റോറിൽ പോയിട്ട് പ്രൊഡക്റ്റ് എടുത്തിട്ട് വരും. അതുപോലെ ബില്ലെല്ലാം കറക്റ്റ് ചെയ്യും. എനിക്ക് എങ്ങോട്ട് പോകാനുണ്ടെങ്കിൽ ഏത് ബസ് ഇല്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ ഒരു ടീം എന്നെ വിളിക്കുകയാണെങ്കിൽ ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് അവിടുന്ന് കുറച്ച് പ്രൊഡക്റ്റ് അവിടെ കൊടുക്കാണ്ട് അവരൊന്ന് കാണ്ടിയതുണ്ടെന്ന് പറഞ്ഞാൽ എന്നാ എന്റെ ടൈം എപ്പോഴാന്ന് വെച്ചാൽ അറിയിച്ചോ, നമുക്ക് പോവാം. അങ്ങനെ പറഞ്ഞു പോവണമെങ്കിൽ നമ്മളെ കൂടെ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ കുറച്ച് സമയം ലേറ്റ് ആയാലും ഒന്നും ഒരു പ്രശ്നവും. അപ്പൊ എന്റെ വീട്ടിലും ഇത് ഞാൻ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ പോസിറ്റീവ് ഒന്നുമല്ല. ഞാനിതൊക്കെ കേട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഈ മീറ്റിങ്ങിനൊക്കെ പോയ സമയത്ത് ഒരുപാട് വ്യക്തിത്വം, നമ്മളെ ധാരാണി സാറ്, അതുപോലെ ശ്രീജ മേഡം, വല്ലീസൻ സാറ്, ഇവരൊക്കെ സ്പീച്ച് എന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്ത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ എന്നും ഞാൻ ഈ മീറ്റിംഗ് കേൾക്കുക, ഈ മീറ്റിങ്ങിന് പോയി ചെയ്യുന്ന സമയത്ത് എന്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡും ചോദിച്ചിട്ടുണ്ട്, കുറെ കാലം മോദി കെയർ ആയിരുന്നു, ഇപ്പൊ വേറെ എന്തോ ഒരു പരിപാടിയാ,
ഇതിപ്പോ എന്താ ഇപ്പൊ പോക്ക്, അങ്ങനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഈ വീട്ടില് ഈ കാര്യങ്ങൾ ചോദിക്കുന്ന ആളുകളോട് ഇതൊക്കെ കൺവിൻസ് ചെയ്ത് പറഞ്ഞു കൊടുക്കാനും ഞമ്മക്ക് ഇതിൽ എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാനും ഞമ്മക്ക് പറ്റണം. അതുകൊണ്ടാണ് എനിക്ക് എന്റെ വീട്ടിൽ ഇത്ര സപ്പോർട്ട് കിട്ടുന്നത്. ഞാനിതെങ്ങനെ കാണിച്ചു കൊടുക്കുന്ന വെച്ചാൽ തുടക്കത്തിൽ നമുക്ക് ചെറിയ ചെറിയ ഇങ്കൊക്കെ അല്ലേ വരിക. ഇവിടെ ഇനി അന്നൊക്കെ മോന് നാട്ടിലുണ്ട്, മോന്റെ ഫോണായാലും ഉപ്പന്റെ ഫോണായാലും ഒക്കെ റീചാർജ് ഒക്കെ ഇവര് ചിലപ്പം പൈസ തീർന്ന ഈ ഫോണിൽ കാശില്ല, ഞാൻ വേഗം എന്റെ ഫോണും കൊടുക്കും, ആ റീചാർജ് ഇതിൽ നിന്ന് ചെയ്തോളാൻ പറയും. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. നമ്മക്ക് എന്താ കിട്ടുന്നതെന്ന് വെച്ചാല് ഇവർക്ക് അറിയാലോ, ഈ ഫോണാൻ കൊടുക്കുക പോലെ അത് റീചാർജ് ചെയ്യും. അതേപോലെ ഞാൻ ഇപ്പൊ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ, ഈ വീട്ടിൽ ആരെങ്കിലും ഒരാൾ, മക്കളാവട്ടെ ഹസ്ബൻഡ് ആവട്ടെ, ആരെങ്കിലും ഒരാൾ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് അവർക്ക് അത്ര നമ്മളത്ര പ്ലാൻ ഒന്നും തിരിഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന റൂട്ട് കറക്റ്റ് ആണെന്നും നമ്മൾ ഇതിൽ സീരിയസ് ആണെന്നും മനസ്സിലായാൽ അവര് തന്നെ അവരെ നെഗറ്റീവ് ഒക്കെ അങ്ങനെ മെല്ലെ മെല്ലെ പോയി അവര് നമ്മളെ കൂടെ വന്നോളും. അപ്പൊ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമ്മളിതിൽ സീരിയസ് ആവുക, നമ്മൾ സ്മാർട്ട് വർക്ക്, ഇതിൽ ഹാർഡ് വർക്കും എടുക്കുക, സ്മാർട്ട് വർക്കും എടുക്കുക. സ്മാർട്ട് വർക്കിനായിരിക്കും നല്ല റിസൾട്ട് ഉണ്ടാവുക. നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും എഴുതി വെച്ച് അതൊക്കെ പഠിച്ച കാര്യങ്ങൾ ടീമിലേക്ക് കൊടുത്ത് നല്ല രീതിയിൽ വീട്ടിലിരുന്നു കൊണ്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളിൽ ഈ മൈ ലൈഫ് പോകരുത്. ഈ മൈ ലൈഫ് എന്ന് പറഞ്ഞ കമ്പനിയെ പറ്റി വലിയ ലീഡേഴ്സ് ഒക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, ഈ ഒരു കമ്പനിക്ക്, മൈ ലൈഫ് സ്റ്റൈൽ കമ്പനിക്ക് നമ്മൾ ആവശ്യമില്ല. കമ്പനിക്ക് ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ടാവും, പക്ഷെ ഞമ്മക്ക് എന്താണ് ഈ മൈ ലൈഫ് സ്റ്റൈലിന് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയത് എന്താന്ന് വെച്ചാൽ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ വലിയ വലിയ ഉമർ ഉസ്താദൊക്കെ നിർത്തിയ ഈ ലെവലിൽ ഞമ്മക്ക് ഓരോരുത്തർക്കും എത്താൻ പറ്റും. പിന്നെ നമുക്ക് ഈ ബിസിനസ്സിൽ ഒരുപാട് നെഗറ്റീവ് ആരോ പറയുന്ന സമയത്തും നമ്മൾ നെഗറ്റീവ് ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടത്. പിന്നെ എന്തെങ്കിലും നെഗറ്റീവ് കേട്ടാൽ ഈ പരാജയങ്ങൾ മാത്രം, ഈ നെഗറ്റീവ് മാത്രം ചിന്തിക്കുക. ആ പരാജയങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് എന്താ, നമ്മളിങ്ങനെ താഴോട്ടേ പോകും. ഈ വിജയിച്ച ലീഡേഴ്സിനെ ഫോക്കസ് ചെയ്ത് ഞാനും ഒരു നാളിൽ ഇങ്ങനെ ആവാൻ എനിക്കും ഇത് പറ്റും, എന്നെ കൊണ്ടും പറ്റും എന്ന് നമ്മൾ ചിന്തിക്കുക. ഇൻകം കിട്ടാത്ത ആഴ്ചയിൽ 2/10 കിട്ടിയ ആളെ പോലെ വർക്ക് ചെയ്യാന്ന് അയ്യൂബ് സാർ പറഞ്ഞത്. അയ്യൂബ് സാർ അങ്ങനെ വർക്ക് ചെയ്ത ആളാ. തുടക്ക സമയത്ത് കാറിൽ എണ്ണ അടിക്കാനുള്ള കാശ് പോലും കിട്ടാത്ത സമയത്തും അയ്യൂബ് സാർ ഇതിൽ സീരിയസ് ആണ്. അതുകൊണ്ട് ഇപ്പൊ നാള് കിടന്നുറങ്ങുന്ന സമയത്തും അക്കൗണ്ടിലേക്ക് കാശ് വരും. അയ്യൂബ് സാറൊക്കെ സീലിംഗ് അടിച്ച ആഴ്ചയൊക്കെ ടൂർ വരെ പോയ ആഴ്ച, അന്നും സീലിംഗ് അടിക്കാൻ പറ്റിയിട്ടില്ലേ. ഇപ്പൊ നമ്മൾ ഓരോരുത്തർ ഇന്നത്തെ വരുമാനം ഒന്നും നോക്കാതെ ഈ കമ്പനിയെ കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ച് നമ്മൾ ഓരോരുത്തർ ഈ ഒരു കമ്പനിയിൽ വന്നുപെട്ട ആളുകളൊക്കെ ഭാഗ്യം ചെയ്ത ആളുകളാണ്. ഭാഗ്യം ചെയ്ത ആളുകളായി ഐഡിയ അടിച്ചിട്ട് ഈ കമ്പനിയിലേക്ക് വരാനൊക്കെ എല്ലാവർക്കും പറ്റും കേട്ടോ. പക്ഷെ അത് ഒരു ലീഡർഷിപ്പിലേക്ക് എത്തിച്ച് ഈ ഐഡിയനെ വളർത്താൻ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ലീഡർമാർ എത്ര ഇന്നപ്പിന്റെ അപ്ലൈന് തായറാമയുടെ ഒറജീനമ്മയുടെ വിചാരിക്കുക അവളൊന്ന് രക്ഷപ്പെടുത്തണം, അവർക്ക് അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ തരാനല്ലേ പറ്റൂ. ഒരിക്കലും എനിക്ക് വിജയിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് വിജയിക്കണം, ഞാൻ ഈ കമ്പനിയിൽ അടുത്തടുത്ത റാങ്ക് ഫോക്കസ് ചെയ്ത് പോകണം, അതിനെന്ത് ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചാലേ എനിക്കൊരു വിജയം ഉണ്ടാവും. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ നിങ്ങൾ ഓരോരുത്തരും പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് ഈ വെൽഹാർട്ട് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചു, എനിക്ക് നെഞ്ചിന് ഭയങ്കര ഒരു വേദന. അപ്പൊ ഈ ശ്വാസം ഇങ്ങനെ ഉള്ളിലേക്ക് വലിക്കുന്ന സമയത്ത് ഒരു വേദന. അപ്പൊ ഞാനിങ്ങനെ അങ്ങനെ ഒരു വേദന ഉള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും അതിങ്ങനെ ശ്രദ്ധിച്ച് അതിന് വേണ്ടി ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടി പോയി. പ്രൊഡക്റ്റ് വില കൂടുതലാണെന്ന് ആരെങ്കിലും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾ. പക്ഷെ എനിക്ക് അതൊന്നും തോന്നാതിരിക്കാൻ കാരണം ആ ഒരു നെഞ്ചുവേദനക്ക് ഞാൻ ഇക്രയിൽ പോയ സമയത്ത്, ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് എന്റെ കയ്യിൽ 4000 രൂപ ഉള്ളത് ഞാൻ കാണിക്കാൻ വേണ്ടി പോയതാ. അവിടെ എത്തി ടെസ്റ്റ് ഒക്കെ ചെയ്ത് അവര് ബ്ലോക്കൊക്കെ നോക്കിയിട്ട് ഇതെല്ലാം ടെസ്റ്റുകളൊക്കെ ചെയ്ത സമയത്ത് ആ കാശ് പോരാഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഗൂഗിൾ പേ ചെയ്ത് തന്നതാ. അതൊരു ദിവസം കാണിച്ച് അവര് പറഞ്ഞില്ല കുഴപ്പമൊന്നുമില്ല, അവർ മസിൽ പിടുത്താണ്, വൈറ്റമിന്റെ കുറവായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ ഒരു ടെസ്റ്റിന് തന്നെ ഞാൻ അന്ന് കൊടുത്ത പൈസ എത്ര? നമ്മളിപ്പോ അങ്ങനെ ഞാൻ ആ മെഡിസിൻ അവര് 3 മാസം കണ്ടിന്യൂ അത് കഴിക്കാൻ പറഞ്ഞു, കഴിച്ചിട്ടും മാറ്റില്ല. പിന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി, അവിടുന്ന് അവര് ഈ ചെക്കപ്പ് ഒക്കെ ഈ CT സ്കാൻ എല്ലാ ചെക്കപ്പും മാറ്റി ചെയ്ത്, ഇതൊക്കെ ഒരുപാട് കാശ് കൊടുത്ത് ചെയ്തിട്ടും പിന്നെ ഞാൻ വന്നിട്ട് ഈ വെൽഹാർട്ട് അന്നിന്റെ തുടക്ക സമയ ഇതില് അന്ന് ഞാൻ വെൽഹാർട്ട് ഒന്നും ഉപയോഗിച്ചിട്ടില്ല.
അപ്പൊ ഇതിൽ വന്ന് ഈ വെൽഹാർട്ട് മൈഗ്രെയിൻ ഉപയോഗിച്ച സമയത്ത് മൈഗ്രെയിൻ എനിക്ക് മാറിയിട്ടുണ്ട്, ഈ നെഞ്ചുവേദന പോയിട്ടുണ്ട്, ഡിസ്കിനൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഡിസ്കിനൊരു ബൾജ് ഉള്ളത് കൊണ്ട് വലതുകാലിനൊരു കുഴച്ചിലുണ്ടായി. ഈ 3 അസുഖത്തിന് റിസൾട്ട് കിട്ടിയ ഒരു ഉൽപ്പന്നമാണ് വെൽഹാർട്ട്. അപ്പൊ ഞാൻ അയ്യൂബ് സാർ അടുത്ത് ചോദിച്ച്, ഈ ഒരു വെൽഹാർട്ടോണ്ട് നിന്റെ ഈ വേദന, എനിക്ക് ഇത്ര വേദനയും പ്രയാസം എന്നുള്ളതൊന്നും അയ്യൂബ് സാറിന് അറിയില്ലല്ലോ, ഈ കാലിന്റെ കുഴച്ചിൽ ഞാൻ എവിടെ അങ്ങനെ നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ചിങ്ങനെ നിൽക്കുകയാണെങ്കിൽ വലതുകാല് ഭയങ്കര കുഴച്ച്, ഒരു കാലിനൊരു ജീവനില്ലാത്തതുപോലെ ഒരു കാലം ഒക്കെയാണ്. ആ ഒരു ബുദ്ധിമുട്ട് മാറിയ സമയത്ത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് വന്നത്. അപ്പൊ അയ്യൂബ് സാർ പറഞ്ഞു, ഈ വെൽഹാർട്ട് എന്ന് പറഞ്ഞാൽ രക്തോട്ടം കറക്റ്റ് ചെയ്യാണ്. രക്തോട്ടം കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും. പിന്നെ ചെറുതായിട്ടൊരു വെരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു. അപ്പൊ ഡെയിലി ഡെറ്റോസും വെൽഹാർട്ടും ആഡ് ചെയ്ത് കഴിച്ചപ്പോ ആ വെരിക്കോസ് ഒന്നും എവിടാന്ന് പോലും കാണാൻ പോലും ഇല്ല. അത് എനിക്ക് കിട്ടിയൊരു റിസൾട്ടാണ്. അതേപോലെ നിങ്ങൾ ഓരോരുത്തരും ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ആളുകൾ അത് ഉപയോഗിക്കാത്ത തുടക്കക്കാരോട് ഞാൻ പറയുന്നത്, ഇതിലുള്ള എല്ലാ പ്രൊഡക്റ്റും ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റുമോ, ഡോക്ടർ എഴുതിയതല്ലാന്നൊന്നും ചിന്തിക്കേണ്ട. ഇതൊക്കെ നമുക്ക് എന്താണ്, ആയുഷിന്റെ അംഗീകാരം കിട്ടിയ വേൾഡ് ക്ലാസ് ഉൽപ്പന്നങ്ങൾ ആണ് നമ്മളെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. ഈ കമ്പനിയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാ ആളുകളും പിടിച്ചു നിന്നിട്ട് ഇടിച്ച് കയറാന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മള് ഓരോ കാര്യങ്ങള് ഇത് നമുക്ക് ഉള്ളിലേക്ക് കോൺഫിഡൻസോട് കൂടി നമുക്ക് ഇങ്ങനെ ആയിത്തീരണമെങ്കിൽ നമ്മൾ ഈ മോർണിംഗ് മീറ്റ് കറക്റ്റ് അറ്റൻഡ് ചെയ്യാം. ഏതൊരു ലീഡേഴ്സ് വന്നാലും, ഇന്നിപ്പോ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന എന്നെ കുറിച്ച് പറയാൻ, ഞാൻ സാധാരണ ഒരു വീട്ടമ്മ, എനിക്ക് ഇത്ര ഈ ഒരു ലെവൽ നിങ്ങളോട് സംസാരിക്കാനുള്ള ഈ ഒരു പേഴ്സണാലിറ്റി പോലും തന്നത് ഈ ഒരു കമ്പനിയാണ്. അല്ലാതെ എനിക്ക് ഇങ്ങനെ ഒരു കഴിവൊന്നുള്ള ഒരാളല്ല. നമുക്ക് 4 ആളെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാം, അതുപോലെ താമരശ്ശേരി GTS ഒരു MC ചെയ്യുക, ഇങ്ങനൊന്നും ഞാൻ ആവുന്ന ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പൊ ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ ഒരാൾ പറയാം ഞങ്ങളൊന്ന് MC ചെയ്യണം, ഇവിടെ ഒന്നും ആരും ആളില്ല, അപ്പൊ ഒരു ടെൻഷനും ഇല്ല. കാരണം നമ്മൾ എന്താണ്, നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ ഒരു കള്ളത്തരവും പറയണ്ട. നമ്മൾ എന്താണോ പഠിച്ചത്, നമുക്ക് എന്താണോ മനസ്സിലായത്, ആ മനസ്സിലായ കാര്യങ്ങൾ നമ്മൾ പറയാം. ഇന്നലെ തന്നെ സജി സാർ സംസാരിക്കുന്ന സമയത്ത് കഫ്നില് ഒരു കണ്ടന്റ് അധികം പറഞ്ഞു പോയി. അപ്പൊ ധാരാണി സാർ റിവ്യൂ പറയുന്ന സമയത്ത് എല്ലാം ഷെയർ ആയിട്ടുണ്ട് സാറേ, അതിൽ ഈ ഒരു കണ്ടന്റ് ഇല്ല, അതൊരു അറിവാണ്. അങ്ങനെ നമ്മളടുത്ത് എന്തെങ്കിലും ഒരു ഫാൾട്ട് ഉണ്ടെങ്കിലും ലീഡേഴ്സ് എന്ത് ചെയ്യും, അതെല്ലാം നികത്തി എല്ലാം നമുക്ക് എന്താ ചെയ്യാം, എന്തൊക്കെ വേണമെങ്കിലും അത് ചെയ്ത് റെഡിയാക്കി തരുന്ന ഈ ഒരു മേഖല, അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ചില ആളുകളൊക്കെ ഉണ്ട് അപ്ലൈനെ കുറ്റം പറഞ്ഞ്, അപ്ലൈ നോക്കിയില്ല, അതാക്കിയില്ല, അതൊന്നും ചെയ്യാതെ നമ്മൾ ഓക്കെ ആണോ, അതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. ഞാൻ റെഡിയാണോ, അത് ചിന്തിച്ചാല് നമുക്ക് വിജയമൊക്കെ നമ്മളെ പിന്നാലെ വന്നോളും. പരാജയങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരും. ഒരു കുടുംബജീവിതം, പിന്നെ നമ്മൾ ഈ ബിസിനസ് ഒന്നും നമ്മൾ മുൻകൂട്ടി മുൻപേ ചെയ്ത് നമ്മളെ പാരമ്പര്യമുള്ള ആളുകളൊന്നും ചെയ്ത ഒരു ബിസിനസ് അല്ല. അപ്പൊ നമുക്ക് വീട്ടില് കുറെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ വരും, പല പ്രതിസന്ധികളും വരും. അന്നേരം ഈ ബിസിനസ് അങ്ങോട്ട് മാറ്റിവെച്ച് ആ പ്രയാസങ്ങളെ ഇങ്ങനെ താലോലിച്ച് നടന്നാല് നമ്മൾ ഒരിക്കലും രക്ഷപ്പെടൂല. ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ മൈ ലൈഫ് സ്റ്റൈൽ വിട്ടു പോവാതെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ ആ പ്രയാസങ്ങളൊക്കെ തീർന്ന് നല്ലൊരു ലെവലിലേക്ക് ഏതൊരാൾക്കും എത്താൻ പറ്റിയൊരു മേഖലയാണ്. പിന്നെ നമ്മള് ഈ ബെൽനിസാർ ആദ്യമൊക്കെ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു, ബാലുശ്ശേരിയൊക്കെ ബ്രോൺസിന്റെ സെലിബ്രേഷന്, ബ്രോൺസ്, സിൽവർ, സ്റ്റാർ, ഇങ്ങനെ ഓരോ സെലിബ്രേഷൻ വെക്കുന്ന സമയത്തും ആ ഹോളിലൊക്കെ ഞാൻ അങ്ങനെ വാച്ച് ചെയ്യും. ഇത്രയും ആളുകള് ഇത്രയും ആളുകൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു മേഖല, നമ്മളെ നെഗറ്റീവ് ഒഴിവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതും അതാ. ഇത്രയും ആളുകൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു മേഖലയിൽ ഞാൻ എത്തിയല്ലോ എന്ന് മാത്രമാണ് എനിക്ക് അന്നും ഇന്നും ചിന്തിക്കല്. ചില ആളുകൾ പറയും മൈ ലൈഫ് സ്റ്റൈൽ വന്നാൽ 2-3 പെടലുണ്ട്, വന്ന് പെടുക, കഷ്ടപ്പെടുക, രക്ഷപ്പെടുക. എനിക്ക് ഒരിക്കൽ പോലും ആ കഷ്ടപ്പെടുകയെന്നോ വന്ന് പെടുകയെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ വന്ന് പെട്ടതല്ല. ഞാൻ ഈ മൈ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു മേഖല ഉണ്ട്, ഇതൊരു ബിസിനസ് ആണെന്ന് പറഞ്ഞ് എന്നെ ആരും കൊണ്ടുവന്നിട്ടില്ല. അയ്യഫ് സാറോട് ഞാൻ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് അങ്ങോട്ട് ചോദിച്ചു വന്നൊരു വ്യക്തിയാണ്. അങ്ങനെ വന്നൊരു വ്യക്തിയാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ആ പ്രശ്നത്തിന് പരിഹാരം കിട്ടി, എനിക്കത് അവിടെ നിർത്തി വെക്കാമായിരുന്നു. പക്ഷെ ഞാൻ ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ അത് എന്താണെന്ന് അറിയാൻ പോയി. അയ്യഫ് സാറെ കൂടെ അറിയാൻ പോയത് കൊണ്ട് അത് അറിയുന്ന സമയത്ത് ഈ ഹോളിന്റെ വലിപ്പവും ഓരോ ആളുകളെ, ശ്രീജ മാഡത്തിന്റെ ഇവരൊക്കെ എക്സ്പീരിയൻസ്, അതൊക്കെ ശ്രീജ മാഡം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
ഹസ്ബൻഡാണ് ഈ ബിസിനസ് അവരെ വീട്ടിൽ കൊണ്ടുവന്നത്. അപ്പൊ വീട്ടിൽ വന്ന് പറയുന്ന സമയത്ത് മാഡം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ബിസിനസ് നിങ്ങൾ ഏറ്റെടുത്ത് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. അപ്പോ അവരെ ഹസ്ബൻഡ് നേരം വൈകി വീട്ടിൽ വന്ന സമയത്ത് വാതിൽ തുറന്നു കൊടുക്കാം ആത്ത ദിവസം പോലും ഉണ്ട് എന്നാണ് മാഡം പറഞ്ഞത്. ആ മാഡാണ് ഇന്ന് എന്ത് ചെയ്തത്, 2,10,000 വീക്കിലി ഇൻകം വാങ്ങി 5,000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് മാഡത്തിന്റെ സ്വപ്നമാണെന്ന് പല സ്റ്റേജിൽ നിന്നും മാഡം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടാണ് മാഡത്തിന് ഇത്ര വലിയ സ്വപ്നം കാണാൻ പറ്റിയത്. അപ്പൊ അങ്ങനെ സ്വപ്നം കാണാനൊക്കെ പഠിപ്പിക്കുന്ന നമ്മളെ മനസ്സിലേക്ക് ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു കമ്പനിയിലാണ് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞോ അറിയാതെയോ എത്തിപ്പെട്ടത്. അപ്പൊ ഈ കമ്പനി ആദ്യം ഒരു സാറ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ ഒരു കപ്പിൽ വേണമെങ്കിൽ എടുക്കാം, ബക്കറ്റിൽ വേണമെങ്കിൽ എടുക്കാം, മോട്ടർ വെച്ച് അടിക്കണമെങ്കിൽ അടിക്കാം. ഇപ്പൊ ഉമർസ്താദൊക്കെ ഒരു കപ്പില് പോലും മുക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചിട്ടില്ല എന്ന് ഉമർസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആ മോട്ടർ വെച്ച് അടിക്കുന്ന ലെവലിലേക്ക് മാറുന്നത് ഉമർസ്താദിന്റെ ഒരു ലെഗില് ഉമർസ്താദിന്റെ മകനാണ്, മറ്റു ലെഗില് സുഹൃത്തുക്കളോ ബന്ധുക്കളോ കുറെ ആളുകളെ ഐഡി ക്രിയേറ്റ് ചെയ്ത് ഉമർസ്താദ് ഇതിൽ സീരിയസ് ആയി എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ആ ലെവലിലേക്കൊക്കെ ഒന്ന് മാറാൻ പറ്റിയത്. പോർച്ച് പോലും ഇല്ലാത്തൊരു വീട്ടിലേക്ക് കാറ് വന്ന ആ ഒരു തെളിവൊക്കെ പോരെ നമുക്കൊരു കോൺഫിഡൻസ്. ഞാൻ അങ്ങനത്തെ കഴിവുള്ള ആളുകളെന്ന് ഞാൻ അത്ര ഫോക്കസ് ചെയ്യാറില്ല. സർക്കാർ ജോലി കിട്ടിയിട്ട് അതൊക്കെ റിസൈൻ ചെയ്ത് വന്ന ആളുകൾ ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ഞാൻ ചിന്തിക്കരി അവർക്ക് അതിലും നല്ലൊരു വഴിയാണ് ഇതെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അവര് അത് റിസൈൻ ചെയ്ത് വന്നത്. പക്ഷെ ഒന്നുമല്ലാത്ത ആളുകള്, സാധാരണക്കാരായ ആളുകള് വിജയിച്ചൊരു മേഖല, സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കുന്ന ഒരു ബിസിനസ്സാന്ന് പറഞ്ഞത് വളരെ കറക്റ്റാണ്. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി ഉള്ളിലേക്കൊരു കോൺഫിഡൻസ്, ഇതിനെ കുറിച്ച് ശരിക്ക് പഠിക്കാം. പ്രൊഡക്റ്റ് എന്താണ്, ബിസിനസ് എന്താണ്, നാലാളുകളെ കാണുന്നേരം അവരെന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞാല് നമ്മളുള്ളിൽ പോസിറ്റീവ് ഉണ്ടെങ്കിലേ ആ നെഗറ്റീവ് ഉള്ളിടത്ത് നമ്മൾ സംസാരിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഞാൻ പോട്ടട്ടോ, ഇതിന് മറുപടി ഞാൻ പിന്നെ പറയട്ടോ എന്നൊക്കെ പറഞ്ഞാല് പിന്നെ എന്ന് കണ്ടാലും നമ്മളിതിൽ ആരല്ല, ഇതിനെക്കുറിച്ച് ഒന്നും അറിയുന്ന ഒരു വ്യക്തിയല്ല എന്ന് അവർക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ട് പഠിക്കാം. പിന്നെ നമ്മൾ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. ചില ആളുകളുണ്ട് പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ കൊടുത്തിട്ട് ഇപ്പൊ 3 ബോട്ടിൽ, ഇപ്പൊ മൂത്രക്കല്ലിന് ഒരു യൂറി ഫ്ലഷ് കൊടുത്ത് അവരിപ്പോ 2 ദിവസം കഴിച്ച്, ഇപ്പൊ 2 ദിവസം അവരോടോ യാത്ര പോയി ടൂറ് പോയി അപ്പം കഴിച്ചിട്ടുണ്ടാവില്ല, പിന്നെ വന്നത് കഴിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ഫോളോ അപ്പ് ഈ പ്രൊഡക്റ്റ് കൊടുത്ത ആളുകളോട് നീ കഴിച്ചിട്ട് എങ്ങനെയുണ്ട്, നിനക്ക് റിസൾട്ട് ഉണ്ടോ, ഉപയോഗിക്കുന്ന ഇത് കഴിയാനായിട്ടുണ്ടോ, അവർക്ക് എന്നാണ് ഈ പ്രൊഡക്റ്റ് കൊടുത്തത്, അത് കൊടുത്തിട്ട് ഇനി അടുത്ത പ്രൊഡക്റ്റ്, ഇനി ഒരു ബോട്ടിലൊക്കെ ചില ആളുകൾ സാമ്പത്തികത്തിനൊക്കെ പ്രശ്നം 3 ഒരുമിച്ച് വേണ്ട, 1 മതി, ഇത് നേരം മതി അടുത്തെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഉള്ളിൽ വേണം എന്നാണ് അവർക്ക് പ്രൊഡക്റ്റ് കൊടുത്തത്. അല്ലാതെ ആ ഒരു പ്രൊഡക്റ്റ് കഴിച്ചിട്ട് റിസൾട്ട് ഇല്ലാന്ന് ഇവര് 4 ആളോട് പറഞ്ഞാൽ അതൊരു നെഗറ്റീവാണ്. അതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണണം. നമ്മളെ പ്രൊഡക്റ്റ് കഴിച്ചാൽ റിസൾട്ട് ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് നമ്മളെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയും. എന്റെ ഇവിടെ അടുത്തുള്ള ഒരു ആള് പറഞ്ഞു, ഒരു അയൽവാസി, അവർക്ക് മേലെന്തോ ഒരു ചൊറിച്ചിലുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് എന്താ സോപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് തേച്ച് നോക്കാം, അല്ലെങ്കിൽ ഉള്ളിലേക്ക് കഴിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എനിക്ക് വേണ്ട. അപ്പൊ ഞാൻ അവർക്ക് ഇത് അറിയില്ല, എന്താണെന്നറിയില്ല, ഞാൻ അയൽവാസിയല്ലേ. അപ്പൊ ഞാൻ എന്തോ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ യുനാനി കാണിച്ച് ഇംഗ്ലീഷ് കാണിച്ച് ഒരുപാട് കാണിച്ചിട്ട് എനിക്ക് റിസൾട്ട് ഒന്നുമില്ല, ഭയങ്കര ചൊറിച്ചിലാണ്. എനിക്ക് എൻ്റെ അടുത്തുണ്ടോ ഒരു സോപ്പ്, ഞാൻ ഈ നീം സോപ്പിന്റെ സ്റ്റാറ്റസ് ഒക്കെ വെക്കലുണ്ട്. അപ്പൊ അത് കണ്ട സമയത്ത് അവര് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അതിന്റെ ആര്യവേപ്പാണ് അതിന്റെ കണ്ടന്റ്, സോപ്പ് ഉപയോഗിക്കാത്ത ശരീരത്തിലും ഇത് ഉപയോഗിക്കുക, ചൊറിച്ചിലുള്ള ഭാഗത്ത് മാത്രം തേച്ചിട്ട് മുഖത്തൊന്നും വേറൊരു സോപ്പൊന്നും തേക്കരുത്, നിങ്ങൾ ഈ ഫുള്ള് ഈ സോപ്പ് മാത്രം തേച്ചിട്ട് 1-2 ആഴ്ച നമ്മളൊന്ന് കുളിച്ച് നോക്കി, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സുഖം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇത് ഉപയോഗിക്കാലോ എന്ന് പറഞ്ഞിട്ട് ഒരു സോപ്പ് ഫസ്റ്റ് കൊടുത്ത്, ഉള്ളിലേ കഴിക്കുന്നത് പറ്റില്ല എന്ന് പറഞ്ഞ ആളാട്ടോ. അപ്പൊ ആ സോപ്പ് തേച്ചിട്ട് എന്നോട് പറഞ്ഞ 2 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ആ സോപ്പ് തേക്കുന്നേരം ആ ഒരു ചൊറിന്റെ ആ ഉമിർച്ചൊക്കെ മാറുന്നുണ്ട്, ഒരു ചെറിയൊരു ആശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞു. അതവരെ വാക്കുന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ എന്ത് പറഞ്ഞു, ഞാൻ ഇതിൽ വന്നത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കഴിച്ച് എന്റെ ആ പ്രശ്നങ്ങൾ മാറിയിട്ടാണ്. അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഉൽപ്പന്നമാണിത്, നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കി, ഇതിനൊരു സൈഡ് എഫക്റ്റും ഇല്ല, നിങ്ങൾ ആന്റി അലർജി ലിക്വിഡ് ഒരു ബ്ലഡ് പ്യൂരിഫയർ ഒന്ന് കഴിച്ച് നോക്കി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ, ഇപ്പൊ ഞാൻ കുറച്ച് തിരക്കിലാണ്, അത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ 1-2 വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു, വേണ്ട നീ തിരക്കല്ലേ, വീഡിയോ ഒന്നും വേണ്ട, എനിക്ക് ഇനി പറഞ്ഞാൽ മതി, എനിക്ക് ആ പ്രോഡക്റ്റ് ഇനി എത്തിച്ചിരുന്നു വെച്ചാൽ ഓക്കെ, ഞാൻ തീർച്ചയായിട്ടും എത്തിച്ചേരാറ്. എന്നോടത് ഞാനൊരു വർക്കിനൊക്കെ പോയിട്ട്
മറന്നുപോയി. വൈകുന്നേരം ആകുമ്പോഴേക്ക് എന്നെ വിളിക്കും, ഈ വീട്ടിലെത്തിയോ, എനിക്ക് ആ പ്രൊഡക്റ്റ് വേണം. കാരണം നമ്മൾ ആ പറഞ്ഞ കോൺഫിഡൻസ് ആ എന്റെ ആ വീഡിയോസ് പോലും അങ്ങോട്ട് പോകുന്നതിന് മുമ്പേ അവരിങ്ങോട്ട് വിളിക്കുക ആ പ്രൊഡക്റ്റ് വേണം എന്ന് പറഞ്ഞ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ കോൺഫിഡൻസോട് കൂടി പറയണമെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ യൂട്യൂബിലൊക്കെ ഒന്ന് അടിച്ചു നോക്കി പഠിക്കാം. അതേപോലെ ഞാൻ ഇതില് ഫ്രീ ടൈമിലൊക്കെ ഇനിയിപ്പോ നമ്മൾ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും ഫ്രീ ടൈം തന്നെയല്ലേ, അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ മുബീൻ സാറ്, അനീസ് സാറ് അവരൊക്കെ എന്ത് ചെയ്യാം, ഇതില് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ഓരോ മോട്ടിവേഷൻ, അവരൊക്കെ ഓരോ മീറ്റിംഗ് സെന്റർ, വലിയ വലിയ മീറ്റിംഗ് സെന്ററിൽ ക്ലാസ് എടുക്കുന്ന ഓരോ ഇതിന്റെ വീഡിയോന്റെ ഇത് നമുക്ക് കിട്ടും. അതൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് എത്രയോ സമയം എന്റെ പാചകമൊക്കെ നിർത്തിവെച്ച് ഞാൻ സീരിയസ് ആയിട്ട് അതുപോലും കേട്ടിട്ടുണ്ട്. അതുപോലും കേൾക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അപ്ലൈനോടൊന്നും ഒരിക്കൽ പോലും ഞാനിത് നിർത്തി പോവാന്ന് പറയാൻ തോന്നാത്തത് ഇതൊക്കെ ഫോണിലൂടെ കേട്ട് മനസ്സിലാക്കി ഇത്രയും വലിയൊരു മേഖലയിൽ ഞാൻ എത്തിയല്ലോ എന്ന് മാത്രമാണ് എൻ്റെ ഉള്ളിൽ തോന്നാറ്. അതുകൊണ്ട് അവർക്കൊന്നും ഒരു ബാധ്യത ആയിട്ടില്ല. എങ്കിലും ഞാൻ തായറ മേഡത്തോട്, രജീന മേഡത്തോട്, അയ്യൂബ് സാറോടൊക്കെ എല്ലാ സമയത്തും ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. കാരണം എനിക്കൊരു സ്പോൺസറായിട്ട് ഇതില് അവര് എന്തോ രീതിയിൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കാനാണെങ്കിലും ആ ഐഡി കിട്ടിയത് കൊണ്ടല്ലേ എനിക്ക് ഈ ഒരു റാങ്കിലൊക്കെ എത്താൻ പറ്റിയത്. പിന്നെ വീട്ടിലുള്ള ആളുകളോടൊക്കെ ഇതിപ്പോ എന്തോ ഒരു തട്ടിപ്പാണ്, ഇനിയിപ്പൊ ഇതിന്റെ പിന്നാലാണ്, ഇന്നുമ്മ മീറ്റിങ്ങിലാണെന്നൊക്കെ പറയുന്ന സമയത്തും ഇതൊക്കെ കഴിഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. ഇനി അവര് ഇതിനെ കുറ്റപ്പെടുത്തുന്ന സമയത്തും അവരോട് അതിനുള്ള രീതിയിൽ മറുപടി പറയണം എന്നൊക്കെ പഠിപ്പിച്ച ഒരു കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈല്. അതേപോലെ ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ വീട്ടിൽ ഹസ്ബൻഡിനെ ഇത് പോസിറ്റീവ് ആക്കാൻ വേണ്ടി ചെയ്ത കാര്യം, ഒരു പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നതാ. അപ്പൊ അവരവിടുന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ കണ്ട് സംസാരിക്കാം, ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞ് ബില്ല് ചെയ്യാം. അപ്പൊ ഞാനും മോളും ഹസ്ബൻഡും മോളെ പേരക്കുട്ടിയും ഞങ്ങൾക്ക് 4 ആൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോ 8 സംതിങ് ആണ് അതിന്റെ കാശ്. അപ്പൊ ഹസ്ബൻഡ് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഈ ബില്ലൊക്കെ അടിച്ചിട്ട് ആ കവറൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇവര് കൗണ്ടറിൽ വന്ന് ബില്ലടിക്കും. ഞാൻ പറഞ്ഞു ഞാൻ അടിച്ചിട്ടുണ്ട്, പോവാം. അപ്പൊ അവര് എന്നെ നോക്കിയൊന്ന് ചിരിച്ചിട്ടുണ്ട്. ഈ ഇത്രയും കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് 10-30 വർഷമായിട്ട് എനിക്കും അതൊരു അഭിമാന നിമിഷമാണ്. ഹസ്ബൻഡ് എന്നെ നോക്കിയൊന്ന് ചിരിച്ച ആ കാശ് ഇനി അടിച്ചോ, എവിടെ ബില്ലെന്ന് വെച്ച് ഞാൻ ബില്ല് അങ്ങ് കൊടുത്ത്. അങ്ങനൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ എനിക്ക് വലിയൊരു അച്ചീവ്മെന്റാണ്. വലിയൊരു അച്ചീവ്മെന്റ് എന്ന് വെച്ചാൽ ഞാൻ അതിന്റെ മുമ്പ് ഒരു എവിടെ പറയാ ഒരു ജോലിയും ചെയ്തിട്ടില്ലല്ലോ. ഒരു തയ്ക്കാൻ പോലും എനിക്കറിയില്ല. എന്തെങ്കിലും ലേഡീസ് ഇപ്പം ചെയ്യുന്നത് എന്താ, ഒന്ന് തയ്ക്കുക, ചെറിയൊരു സൈഡായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കൽ. അതൊന്നും ചെയ്യാത്ത എനിക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു കമ്പനിയിലൂടെ. ഇനിയിപ്പോ വരുന്ന 3 ആഴ്ചകൾ, ഇന്ന് ഒരു ബുധനാണ്, ഇന്നൊരു ബുധൻ മുതൽ അടുത്ത 3 ആഴ്ച എന്റെ അക്കൗണ്ടിൽ വരുമാനം പെൻഡിങ്ങിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഞാനിപ്പോ ഇന്ന് തന്നെ ഇപ്പോഴോട് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞിട്ട് നാളെ നമ്മൾ ഒന്നിച്ച് കാണുമോ, ഇന്ന് തന്നെ ഈ ഭൂമിയിൽ നിന്ന് പോകാനുള്ള ഡേറ്റ് ആണോ ഒന്നും ഞമ്മക്കറിയില്ല. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ പോയാലും ഈ വരുമാനം നിലയ്ക്കാത്തൊരു കമ്പനിയിലാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എത്തിപ്പെട്ടത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യാം, ഇനിയും മുന്നോട്ട് ഒരു പടക്കുതിരയെ പോലെ മുന്നോട്ട് കുതിച്ച് ഈ ബിസിനസിന്റെ ഫ്യൂച്ചർ മനസ്സിലാക്കി മുന്നോട്ട് എത്തിപ്പെടാനും മുന്നോട്ട് പോവാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇതിൽ തളരാതെ ഈ ക്യൂല് പിടിച്ചു നിൽക്കുക, അതെന്നെ എനിക്ക് നിങ്ങളോടത്ത് പറയാനുള്ളൂ. അപ്പൊ ഞാനൊക്കെ ഇതിൽ ഇത്രത്തോളം വിജയിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിലൊരു കഴിവും വേണ്ട. നമ്മളൊരു കഴിവുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു മേഖലയേ അല്ലത്. നമുക്ക് ഒരുപാട് കഴിവുണ്ടായിട്ടും കാര്യമല്ല. നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ ആ കഴിവ് വെച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ ഓരോ കുഴിയിലേക്കാ പോവുക. നമ്മളെ ലീഡേഴ്സ് അപ്ലൈനോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോവുക. എനിക്ക് ഈ കമ്പനിയിൽ എനിക്ക് ഇതൊക്കെ ഡയറക്ഷൻ തരുന്ന ആള് എന്റെ അപ്ലൈന് തായറ മേഡാണ്. അപ്പൊ തായറ മേഡത്തിനോട് ഞാൻ ഒരുപാട് എന്നും ഒരു നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പിന്നെ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഈ ഒരു ബിസിനസ്സിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങി അത് അവിടെ ഇവിടെയൊക്കെ വെച്ച് ഈ ഒരു പെട്ടിയിലൊക്കെ വെച്ച് ഇതിനൊരു ബഹുമാനിക്കാതൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. തുടക്കമായ റാങ്കിലുള്ള ആളുകൾ. നമ്മൾ ഫസ്റ്റ് കുറച്ച് പ്രൊഡക്റ്റ് ഇങ്ങോട്ട് പർച്ചേസ് ചെയ്താൽ ഈ പ്രൊഡക്റ്റിനെ നല്ലോണം ഒന്ന് സ്നേഹിക്കണം.
അത് നല്ലൊരു ഉയരത്തിലൊക്കെ വെച്ച് എല്ലാ ബോട്ടിലും ഒന്ന് എന്താ പറയാ ഒരു ഓർഡറിലാക്കി വെച്ച് അപ്പൊ അതിന്റെ ഒരു സ്റ്റോക്ക് എത്ര സ്റ്റോക്ക് നമ്മൾ എടുത്തിട്ടുണ്ടെന്നുള്ളതിന്റെ ഒരു കണക്കൊക്കെ എഴുതി ആ സ്റ്റോക്ക് കുറയുന്ന സമയത്ത് നമ്മൾ എടുത്ത പ്രൊഡക്റ്റ് തീരുന്ന സമയത്ത് ഇപ്പൊ ഒരു ലീഡേഴ്സ് നമ്മളെടുത്ത് ഒരു സമ്മർദ്ദം ചെയ്യാണ്. നിങ്ങൾ ഒരു 35ന്റെ പ്രൊഡക്റ്റ് എടുത്താൽ നിങ്ങൾ ഫസ്റ്റ് റാങ്ക് ബ്രോൺസ് റാങ്ക് ആവും. ഇത് മോട്ടിവേഷൻ ഒക്കെ കിട്ടി ഈ പ്രൊഡക്റ്റ് അങ്ങോട്ട് നമ്മളിതൊന്നും ഒരു മൈൻഡ് ചെയ്യാതെ ഒന്ന് ഇതാർക്കെങ്കിലും ഒക്കെ കൊടുക്കുന്നുണ്ടാവും. നമുക്ക് തിരിച്ച് പൈസ കയ്യിൽ വരുന്നുണ്ടാവും. ആ പൈസക്ക് ഒരു കണക്കില്ല, കൊടുത്ത പ്രൊഡക്റ്റിന് ഒരു കണക്കില്ല. അങ്ങനെ ചെയ്താൽ നമ്മൾ ഒരിക്കലും ഇതിൽ വിജയിക്കൂല. ആ ഒരു മുടക്ക് മുതൽ കൊണ്ട് ഞാൻ അങ്ങനെ ഒരു 35,000 ഫസ്റ്റ് തന്നെ മുടക്കിയിട്ട് ആ ഒരു മുടക്ക് മുതൽ എന്റെ ലീഡേഴ്സ് എന്നോട് പറഞ്ഞത് നിങ്ങൾ അത് കൊടുത്തിട്ട് വീണ്ടും റീപർച്ചേസ് എടുക്കുക, വിറ്റ പൈസ ലാഭമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. ഈ തീരുന്ന പ്രൊഡക്റ്റ് ഇപ്പൊ പേസ്റ്റ് 10 വിറ്റിട്ട് വീണ്ടും എന്റെ അടുത്ത് പേസ്റ്റ് ഉണ്ടെങ്കിൽ ആ പേസ്റ്റ് തന്നെ എടുക്കണമെന്നില്ല. ഏത് പ്രൊഡക്റ്റ് ആണോ കുറവ്, ഇപ്പതാ കുറെ പ്രൊഡക്റ്റ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മെനിയാന്ന് ബില്ലിട്ട സമയത്ത് സ്റ്റോറിൽ എല്ലാം തീർന്നു പോയി, എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഇന്ന് ഞാൻ ബില്ലിടുന്നതിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ പുതിയ പുതിയ ഏത് പ്രൊഡക്റ്റുകളും ഇങ്ങനെ ചേഞ്ച് ആക്കി നമ്മൾ റീപർച്ചേസ് നമ്മളെ കയ്യിൽ വരുന്ന കാശിന് വീണ്ടും വീണ്ടും നമ്മളെ ഈ കടനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ കടൻ അങ്ങനെ വലുതാക്കി വലുതാക്കി എടുക്കണം. അത് നമ്മൾ ഓരോരുത്തരും മൈൻഡിൽ സെറ്റ് ചെയ്യാം. ഞാൻ അന്ന് ആ 35,000 എടുത്ത സ്റ്റോക്ക് പിന്നെന്ത് ചെയ്യും, എനിക്ക് ആഴ്ച വരുമാനം കിട്ടുന്ന കാശ് പോലും എടുത്തിട്ട് വീണ്ടും ഞാൻ ഓരോ പ്രൊഡക്റ്റ് റീപർച്ചേസ് എടുത്തിട്ട് ഒരു 2 ലക്ഷത്തിന്റെ അടുത്ത പ്രൊഡക്റ്റ് എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ടീമിന് ഇപ്പം ബില്ലിട്ട് കൊടുത്താൽ ടീം പറയും, പെട്ടെന്ന് വിളിക്കും, ഇന്നലെ രാത്രി ഡിസ്ട്രിബ്യൂട്ടർ വെച്ചിട്ടുണ്ട് മാഡം വരണം 95 വേണം. ഓക്കെ, എവിടേക്ക് എത്തിക്കേണ്ടത്, നിങ്ങൾ ഇതിലെ വരുമോ? അങ്ങനെ ചോദിക്കണമെങ്കിൽ എല്ലാ പ്രൊഡക്റ്റും ഒരു 1-2 പീസ് നമ്മളെ കയ്യിൽ ഏത് സമയത്തും സ്റ്റോക്ക് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കറക്റ്റ് ആയിട്ട് ഈ ബിസിനസ് ടീമിനെ വെച്ച് ടീമിന് ഇപ്പം ബില്ലിട്ട് സ്റ്റോറിൽ പോയി എടുത്തു വരാൻ എല്ലാ സമയത്തും പെട്ടെന്ന് നമുക്ക് പറ്റൂല. ആ സമയത്തും ഈ പ്രൊഡക്റ്റ് നമ്മളെ കയ്യിൽ വേണം. 2-3 വർഷം ഡേറ്റ് ഉള്ള പ്രൊഡക്റ്റ് അല്ലേ നമ്മൾ കയ്യിൽ വെക്കുന്നത്. 95 മാത്രം ഒരു കൊല്ലം ഡേറ്റ് ഉള്ള പ്രൊഡക്റ്റ് ഉള്ളൂ. ഫ്രൂട്ട്സ് ഒക്കെ ഇറക്കുന്ന ആളുകൾ നോക്കുകയാണ്ടി അവരെ വണ്ടിയിൽ ഫുള്ള് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഒരു മനോഹര കാണാൻ, നമുക്ക് പോയി വാങ്ങാനും ഒരു സുഖ. കുറഞ്ഞ ഫ്രൂട്ട്സ് വെച്ചിട്ടാരോ ഫ്രൂട്ട്സ് കച്ചവടം ചെയ്യോ, 2 ദിവസം കഴിഞ്ഞാൽ ചീഞ്ഞു പോകുന്ന പ്രൊഡക്റ്റാ. അതുപോലും അവരെ കോൺഫിഡൻസോട് കൂടിയിട്ട് നല്ല രീതിയിൽ സാധനങ്ങൾ ഇറക്കിയിട്ടാണ് ചെയ്യുക. അതേപോലെ നമ്മളെ പ്രൊഡക്റ്റ് 1000-2000 രൂപക്കൊക്കെ ബില്ലിട്ടിട്ട് ഇന്നൊരു 1000 ഇടും, പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് ഒരു 1000 ഇടും. അങ്ങനെയൊക്കെ ബില്ലിടുന്ന ആളുകൾ നിങ്ങൾ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് അങ്ങനെ എടുക്കാൻ പറ്റും. ഒരു ബിസിനസ് ആയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ച് കുറച്ച് പ്രൊഡക്റ്റ് എടുക്കുക. ഈ രീതിയിലൊക്കെ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ നമുക്ക് ഇതിന്റെ വലിയ വലിയ ഉയരങ്ങൾ താണ്ടാൻ കഴിയും.